പുലർച്ചെ 4:30 ഇന്ത്യ ആക്രമിക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇന്ത്യ ഞങ്ങളെ തവിട് പൊടിയാക്കി. പ്രാർത്ഥനയ്ക്കായി ഒന്ന് കുനിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയുടെ ഗുണ്ടുകൾ, അതായത് ബ്രഹ്മോസുകൾ കുണ്ടിക്ക് കയറിയെന്നാണ് ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം ഒരു സമ്മേളനത്തിനിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്. ഇതുവരെ എല്ലായിടത്തും ഓടി നടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയെ ഞങ്ങൾ തോൽപ്പിച്ചു, ഇന്ത്യക്കെതിരെ ഞങ്ങൾ നല്ല ശക്തമായി തിരിച്ചടിച്ചു, ഞങ്ങളുടെ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഇന്ത്യൻ അതിർത്തികൾ തകർത്തു, ഞങ്ങൾ ഇന്ത്യയെ ജയിച്ച് വന്നിരിക്കുന്നവരാണ്, ഇന്ത്യയെ തകർത്ത് വന്നിരിക്കുന്നവരാണ് എന്നൊക്കെയാണ് ആലറി വിളിച്ചു കൂവിയത്. അതിനിടയിൽ അസീം മുനീർ ഇന്ത്യയുടെ ചില അതിർത്തിയിലെ ചില ഭാഗങ്ങളിൽ മിസൈൽ അയക്കുന്നതും ഡ്രോണുകൾ അയക്കുന്നതുമായ ചിത്രങ്ങളൊക്കെ ഷഹബാസ് ഷെരീഫിന് കാണിച്ചു കൊടുക്കുക. പിന്നീട് അത് ഫാക്ട് ചെക്ക് വഴി അത് പണ്ട് ചൈനയുമായി നടത്തിയ യുദ്ധത്തിൽ തകർന്ന മിസൈലുകളുടെ ഭാഗങ്ങൾ ചിത്രമെടുത്ത് കാണിച്ചതാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നു. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് റിലാക്സൊക്കെ ചെയ്ത് ഇന്ത്യയെ ആക്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് 21 മിനിറ്റ് കൊണ്ട് ഇന്ത്യ നൂർഖാൻ എയർബേസ് അടക്കം ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് ചുട്ട് ചാമ്പലാക്കിയത് എന്നുള്ളതാണ്. വലിയ ഗർത്തങ്ങൾ വരെ ഈ എയർബേസുകളിൽ 11 എയർബേസുകളാണ് തകർത്തത്. ഈ 11 എയർബേസുകളിലും വലിയ ഗർത്തങ്ങൾ വരെ ഉണ്ടായി. റൺവേ പൂർണ്ണമായും അടഞ്ഞു. 9ഓളം ഭീകര താവളങ്ങൾ തകർത്തു. അങ്ങനെ ഇന്ത്യ വലിയ മുന്നേറ്റം, അതായത് നമ്മളെ ചൊറിഞ്ഞപ്പോൾ നമ്മൾ നന്നായി മാന്തി വിട്ടു എന്നുള്ളതാണ്. പിന്നീട് വളരെ വ്യാജ പ്രചരണങ്ങളൊക്കെയാണ് പാകിസ്ഥാൻ പലയിടത്തും നടത്തിക്കൊണ്ടിരുന്നത്. ഇനി ഒന്നുകിൽ സമാധാനം അല്ലെങ്കിൽ യുദ്ധം, ഈ ഒരു നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്, ഇതിൽ നിന്ന് പിന്നോട്ടില്ല. കൃത്യമായി ഞങ്ങൾ യുദ്ധമാണെങ്കിൽ യുദ്ധം എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യ എന്ത് നടപടി സ്വീകരിച്ചാലും ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറില്ല എന്നൊക്കെയുള്ള ചില തീരുമാനങ്ങളൊക്കെ ഷഹബാസ് ഷെരീഫ് എടുത്തിരുന്നു. അപ്പോൾ ഇന്ത്യ പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല, നിങ്ങൾക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധം ചെയ്തോളൂ, ഞങ്ങളുടെ കയ്യിൽ പടക്കങ്ങളോ കളിത്തോക്കുകളോ കളിപ്പാട്ടങ്ങളോ അല്ല ഇരിക്കുന്നത്, ഞങ്ങളുടെ കയ്യിൽ കൃത്യമായി എത്തേണ്ട ലക്ഷ്യങ്ങൾ കൃത്യമായി കണ്ടെത്തി അവിടെ തകർത്ത് തരിപ്പണമാക്കേണ്ട ബ്രഹ്മോസ് മിസൈലടക്കം ആകാശ് മിസൈലുകളടക്കം ഇപ്പോൾ ആഭ്യന്തരമായി ഉണ്ടാക്കിയ അക്ഷയതീർത്ഥ മിസൈലുകളടക്കം ഞങ്ങളുടെ കയ്യിലെല്ലാം കൃത്യമായി തന്നെ ഉണ്ട്. പിന്നെ റഷ്യയും ഫ്രാൻസും ഒക്കെ തന്ന മിസൈലുകൾ, റഫേൽ യുദ്ധവിമാനങ്ങൾ അടക്കം നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട് എന്ന് ഇന്ത്യ കൃത്യമായി നിലപാട് പറഞ്ഞു. ഇന്നിപ്പോൾ രാജ്നാഥ് സിംഗ് INS വിക്രാന്തിലെത്തി കൃത്യമായ ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തി. റഷ്യ യാത്ര വേണ്ട എന്ന് വെച്ചുകൊണ്ട് അജിത് ഡോവൽ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അമിത്ഷാ രാഷ്ട്രപതിയെ കാണുന്നുണ്ട്. അപ്പം ചില സേനാ മേധാവികളുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. നമ്മുടെ 4 അതിർത്തികളിൽ സൈനിക വിന്യാസം കൂട്ടി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ ഇന്ത്യ എന്തിനോ തയ്യാറെടുക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ച് പറയുമ്പോഴും ഇന്ത്യ നമ്മുടെ മിസൈലുകളൊക്കെ തൂത്തു തുടച്ച് പാകപ്പെടുത്തി വച്ചേക്കാണ്. ഏത് നിമിഷവും ഒരാക്രമണത്തിന് തയ്യാറായിക്കൊണ്ടുള്ള നിൽപ്പാണ്. മോക്ക് ഡ്രില്ലൊക്കെ നടത്തുന്നുണ്ട് ചില പ്രദേശങ്ങളിൽ ഇന്ത്യ. അപ്പോൾ പാകിസ്ഥാൻ എന്തൊക്കെയോ ഗൂഢമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഇന്ത്യക്ക് മനസ്സിലായിരിക്കുന്നു. ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് അത്തരം വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബ്രഹ്മോസ് മിസൈലിനെ വലിയ രീതിയിൽ പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട്. അതായത് അവരുടെ കിർന ഹിൽസിൻ്റെ, അതായത് കിർന കുന്നുകളുടെ അടുത്താണ് പാകിസ്ഥാൻ ആണവായുധം സൂക്ഷിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ കിർന ഹിൽസിൻ്റെ അടുത്ത് വരെ ബ്രഹ്മോസ് മിസൈൽ എത്തി എന്നുള്ള സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ വന്നു. പിന്നീട് സൈനിക മേധാവികളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കറിയില്ല, കിർന ഹിൽസ് അവിടെ ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു ചെറു പുഞ്ചിരിയോടുകൂടിയുള്ളൊരു ഉത്തരമൊക്കെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ കിർന ഹിൽസിൻ്റെ അതുവരെ ബ്രഹ്മോസ് മിസൈൽ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അത് പാകിസ്ഥാനെ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ ഭീകര താവളങ്ങൾ, അവിടുത്തെ ഒരു സിവിലിയൻസിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഭീകര താവളങ്ങൾ തകർക്കുന്നു, എയർബേസുകൾ തകർക്കുന്നു. പാകിസ്ഥാൻ ഇനിയും തിരിച്ചടിച്ചാൽ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇനിയും പ്രകോപനപരമായ നീക്കങ്ങൾ നടത്തിയാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങൾ ഏത് തരത്തിൽ വേണമെങ്കിലും നടപടികളോ നിലപാടുകളോ സ്വീകരിച്ചോളൂ, തീവ്രവാദത്തെ വച്ചൊഴിയാതെ അല്ലെങ്കിൽ കശ്മീരിന് ശാന്തത വരുത്താതെ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല.
നിങ്ങൾക്ക് വെള്ളം തരില്ല എന്ന കൃത്യമായ നിലപാട് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചത് നമ്മൾ കണ്ടതാണ്. ഒരു തരത്തിലും രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അപ്പോൾ പാകിസ്ഥാൻ പറയുന്നുണ്ട് ഞങ്ങളയിൽ 1200ഓളം ആണവായുധം 120ഓളം ആണവായുധങ്ങളുണ്ട്, ഈ ആണവായുധങ്ങളൊക്കെ ഞങ്ങൾ പരീക്ഷിക്കും, അല്ലെങ്കിൽ ഈ ആണവായുധങ്ങളൊക്കെ ഞങ്ങൾ ഇന്ത്യക്ക് നേരെ തൊടുത്തുവിടും, അങ്ങനെയാണ് എങ്കിൽ ഇന്ത്യക്ക് വലിയ വില അതിൽ കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ത്യ പറഞ്ഞു നിങ്ങൾ ആണവായുധങ്ങൾ ഈ പ്രത്യേകിച്ച് 2 ആണവ രാജ്യങ്ങൾ തമ്മിൽ ആണവായുധം പ്രയോഗിക്കുമ്പോൾ അതിന് ഒരുപാട് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ചിട്ട് വേണം ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ എന്നുള്ളതാണ്. 2 ആണവായുധങ്ങളുള്ള രാജ്യങ്ങൾ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വരെ നിബന്ധനകളുണ്ട്. അപ്പോൾ അതൊക്കെ ഏതെങ്കിലും ഒരു രാജ്യം ലംഘിച്ചാൽ അത് പ്രശ്നമാണ്. മാത്രമല്ല ആണവായുധം ഇല്ലാത്ത രാജ്യത്തെ ആണവായുധമുള്ള രാജ്യം ആക്രമിക്കാൻ പാടില്ല. അങ്ങനെ കുറേ നിബന്ധനകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇന്ത്യ പറയുന്നു നിങ്ങൾ ആണവായുധം 120 ആണവായുധങ്ങൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ ഇത് മുഴുവൻ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുമെന്നാണ് പറയുന്നത്. ശരി, നിങ്ങൾ പ്രയോഗിച്ചോളൂ, ഞങ്ങൾക്ക് വലിയ യുദ്ധക്കോപ്പുകളോ യുദ്ധവിമാനങ്ങളോ S-400 പോലെയുള്ള മിസൈലുകളോ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ തദ്ദേശീയമായി നിർമ്മിച്ച ബ്രഹ്മോസ് മാത്രം മതി. പാകിസ്ഥാനെ മുഴുവനായി തകർക്കാൻ, പാകിസ്ഥാന്റെ ഭീകരതാവളങ്ങളെ മുഴുവനായി ഇല്ലാതാക്കാൻ, പാകിസ്ഥാൻ വളർത്തുന്ന ഭീകരരെ മുഴുവനായി തീർക്കാൻ ഇന്ത്യൻ അതിർത്തികൾ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ബ്രഹ്മോസ് മിസൈൽ തൊടുത്തുവിട്ടാൽ തീരാവുന്നതേ ഉള്ളൂ പാകിസ്ഥാൻ. ആ ഓർമ്മ നിങ്ങൾക്ക് എപ്പോഴും വേണം എന്ന് ഇന്ത്യ കൃത്യമായി നിലപാടെടുക്കുന്നു. അപ്പോൾ പാകിസ്ഥാൻ ആണവായുധം പൊടിതട്ടി എടുക്കുമ്പോൾ ഇന്ത്യ ഇവിടെ ബ്രഹ്മോസ് മിസൈൽ റെഡിയാക്കി വെക്കും. കാരണം ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈൽ ശബ്ദത്തേക്കാൾ വേഗതയുള്ള മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത്. അത് ഇന്ത്യക്ക് വലിയ കരുത്ത് തരുന്ന ഒരു മിസൈൽ കൂടിയാണ്. 18 രാജ്യങ്ങളാണ് അത് വാങ്ങാനായി ക്യൂ നിൽക്കുന്നത് നമ്മുടെ രാജ്യത്ത്. കാരണം ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം നമ്മുടെ യുദ്ധ കോപ്പുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും മിസൈലുകളുടെയും ഒക്കെ പ്രതിരോധ ശേഷി എത്രത്തോളം വലുതാണ് എന്നുള്ളത് മറ്റു രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു സമയം കൂടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അതൊക്കെ വാങ്ങാനും നമ്മളുമായി ഇപ്പോൾ ഇസ്രായേൽ 150 കോടിയുടെ ആയുധങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നത്. അതിനുള്ള കരാർ ഒപ്പിടാനായി ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതുവരെ അമേരിക്കയിൽ നിന്നായിരുന്നു ഇസ്രായേൽ ആയുധങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അമേരിക്കയുടെ സഹായം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഇന്ത്യയുമായി സഹകരിച്ച് ആയുധങ്ങൾ വാങ്ങാം എന്നുള്ള ഒരു നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുന്നു. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ, ഫ്രാൻസ്, ഡച്ച് പോലെയുള്ള രാജ്യങ്ങൾ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, തായ്വാൻ പോലെയുള്ള രാജ്യങ്ങൾ, മലേഷ്യ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ തയ്യാറെടുക്കുന്നു. നേരത്തെ ഇവരെല്ലാം ആശ്രയിച്ചിരുന്നത് അമേരിക്കയാണ്. ഈ പാകിസ്ഥാനുമായുള്ള ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കൃത്യമായി ഇന്ത്യയുടെ ആയുധശേഷിയെക്കുറിച്ച് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ മനസ്സിലാകുന്നു. ഇന്ത്യയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചാൽ ശത്രുക്കളെ നിഷ്പ്രയാസം ഇല്ലാതാക്കാം എന്നവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് വേണ്ടി പല രാജ്യങ്ങളും കാവൽ നിൽക്കുന്ന, ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ത്യ പോകുന്നത്. ആ സമയത്താണ് ഒരു പൊടി തട്ടിയെടുക്കാൻ പോലും ആയുധമില്ലാത്ത തുർക്കിയും ചൈനയും കൊടുക്കുന്ന കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ ആക്രമിക്കാൻ നിൽക്കുന്ന പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾക്ക് അണുവായുധങ്ങളുണ്ട്, ഞങ്ങളത് ഇന്ത്യയോട് പ്രയോഗിക്കും, അതുകൊണ്ട് ഞങ്ങളോട് സൂക്ഷിച്ച് വേണം കളിക്കാൻ എന്നുള്ളത്. അപ്പോൾ പാകിസ്ഥാൻ എന്തറിഞ്ഞിട്ടാണ് ഈ ഒരു നിലപാട് സ്വീകരിച്ചത് നമുക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് അസീം മുനീറൊക്കെ വലിയ രീതിയിൽ ഇന്ത്യക്കെതിരെ പ്രസ്താവനകളൊക്കെ ഇറക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം ഷഹബാസ് ഷെരീഫ് പറഞ്ഞു ഞങ്ങൾ കുറ്റസമ്മതം നടത്തുന്നു, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്ത്യ ആക്രമിക്കാൻ ഞങ്ങൾ ഒരുങ്ങി എല്ലാ സന്നാഹങ്ങളും കോപ്പുകൂട്ടിയപ്പോൾ ഇന്ത്യയുടെ ബ്രഹ്മോസ് അതിനെല്ലാം തകർത്ത് തരിപ്പണമാക്കി.